നിങ്ങളുടെ പങ്കാളി നിങ്ങളറിയാതെ വലിയൊരു തുക കടം വാങ്ങുകയോ അല്ലെങ്കിൽ രഹസ്യമായി വലിയൊരു തുക ചിലവാക്കുകയോ ചെയ്താൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ഒരു ബന്ധത്തിൽ പെട്ടെന്ന് ഇത്തരമൊരു കാര്യം അറിയുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും കരുതലും മാത്രം മതിയെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പണം അത്യാവശ്യമാണ്. സ്നേഹം കൊണ്ട് മാത്രം വിശപ്പടങ്ങില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന്റെ അടിത്തറ എന്നത് കേവലം വൈകാരികമായ അടുപ്പം മാത്രമല്ല, സാമ്പത്തികമായ സുതാര്യത കൂടിയാണ്. എത്ര സ്നേഹമുള്ള ദമ്പതികളാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ മറകളുണ്ടെങ്കിൽ ആ ബന്ധം പതുക്കെ പതുക്കെ തകർച്ചയിലേക്ക് പോകും. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം വിവാഹമോചനം നേടുന്നവരെക്കുറിച്ച്. ഇതിന്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണ്? വളരെ ചെറിയ കള്ളങ്ങളിൽ നിന്നാണ്. ഇന്നത്തെ കാലത്ത് പങ്കാളികൾ ഇരുവരും ജോലി ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ ഒരാൾ മാത്രം സമ്പാദിക്കുന്നവരാകാം. അവസ്ഥ എന്തായാലും കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തേണ്ടത് രണ്ടുപേരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഒരുമിച്ചുള്ള ജീവിതത്തിൽ സാമ്പത്തിക കാര്യങ്ങളിലെ സത്യസന്ധത എത്രത്തോളം പ്രധാനമാണെന്നും അതെങ്ങനെ പ്രായോഗികമാക്കാം എന്നുമാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇരുവർക്കും വ്യക്തമായ ധാരണയുണ്ടായിരിക്കണമെന്നതാണ് ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. നമ്മുടെ വീട്ടിലേക്ക് കൃത്യമായി എത്ര രൂപ എല്ലാ മാസവും വരുന്നുണ്ട്, അതെന്തിനൊക്കെയാണ് ചിലവാകുന്നത് എന്നതിനെക്കുറിച്ച് രണ്ടുപേർക്കും വ്യക്തമായ അറിവുണ്ടായിരിക്കണം. ചില വീടുകളിൽ ഭർത്താവ് മാത്രമായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ മുഴുവനായും കൈകാര്യം ചെയ്യുന്നത്. ഭാര്യയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമുണ്ടാകില്ല, അല്ലെങ്കിൽ നേരെ തിരിച്ചും സംഭവിക്കാം. ഇതൊരിക്കലും ഒരു നല്ല പ്രവണതയല്ല. കുടുംബം എന്നത് ഒരു തുല്യ പങ്കാളിത്തമാണ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ പാർട്ട്ണർമാർ തമ്മിൽ കണക്കുകൾ കൃത്യമായി ബോധിപ്പിക്കുന്നത് പോലെ തന്നെ കുടുംബത്തിലും സാമ്പത്തിക കാര്യങ്ങൾ രണ്ടുപേരും അറിഞ്ഞിരിക്കണം. വായ്പകൾ, ഇൻഷുറൻസ് പോളിസികൾ, നിക്ഷേപങ്ങൾ, പ്രതിമാസ ബില്ലുകൾ എന്നിവയെക്കുറിച്ചൊക്കെ പരസ്പരം സംസാരിക്കണം. നാളെ ഒരാൾക്ക് പെട്ടെന്നൊരു അപകടം സംഭവിക്കുകയോ അസുഖം വന്ന് കിടപ്പിലാകുകയോ ചെയ്താൽ മറ്റേയാൾ സാമ്പത്തിക കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തനായിരിക്കണം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പാസ്വേഡുകൾ, ATM പിൻ എന്നിവയൊക്കെ പരസ്പരം അറിഞ്ഞിരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അവിടെ ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലെന്നതാണ് പരമമായ സത്യം. സാമ്പത്തിക കാര്യങ്ങൾ എപ്പോഴാണോ ഒളിച്ചുകളി തുടങ്ങുന്നത്, അവിടെ മുതൽ കുടുംബത്തിന്റെ സമാധാനം നശിച്ചു തുടങ്ങും. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? നിങ്ങൾ രണ്ടുപേരും ചേർന്നാണോ അതോ ഒരാൾ മാത്രമാണോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. വരവും ചിലവും പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് നല്ലൊരു ഭാവിയുണ്ടാക്കാൻ സഹായിക്കും. മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കൃത്യമായ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് വളരെ നല്ലൊരു ശീലമാണ്. ഈ മാസം എന്തൊക്കെയാണ് പ്രധാന ചിലവുകൾ, കുട്ടികളുടെ സ്കൂൾ ഫീസ്, പലചരക്ക് സാധനങ്ങൾ, വൈദ്യുതി ബിൽ, മറ്റു വായ്പകളുടെ തിരിച്ചടവ് എന്നിവയൊക്കെ കൃത്യമായി കണക്കുകൂട്ടി വെക്കണം. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വേണം ഈ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും വിട്ടുപോയാലും മറ്റേയാൾക്ക് ഓർമ്മിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, ഓരോ കാര്യത്തിനും എത്ര രൂപ ചിലവാക്കണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണയിലെത്താനും ഇത് സഹായിക്കും. ചിലപ്പോൾ ഒരു മാസത്തിൽ തീർത്തും അപ്രതീക്ഷിതമായി എന്തെങ്കിലും ചിലവുകൾ വന്നേക്കാം. ഉദാഹരണത്തിന് പെട്ടെന്നൊരു ആശുപത്രി ആവശ്യം വരികയോ വീട്ടിലെ എന്തെങ്കിലും അത്യാവശ്യ ഉപകരണങ്ങൾ കേടാകുകയോ ചെയ്യാം. ഇത്തരം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഒരു എമർജൻസി ഫണ്ട് മാറ്റിവെക്കേണ്ടതും അത്യാവശ്യമാണ്. വരവിനനുസരിച്ച് ചിലവ് ചുരുക്കാൻ രണ്ടുപേരും തയ്യാറാകണം. ഒരാൾ മാത്രം പിശുക്കി ജീവിക്കുകയും മറ്റേയാൾ കാശ് ധൂർത്തടിക്കുകയും ചെയ്താൽ കുടുംബത്തിൽ ഒരിക്കലും സമാധാനമുണ്ടാകില്ല. വരവും ചിലവും സുതാര്യമാകുമ്പോൾ തന്നെ പാതി പ്രശ്നങ്ങൾ അവസാനിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. പണത്തിന്റെ പേരിൽ പങ്കാളിയോട് ഒരിക്കലും കള്ളം പറയരുത്. സാമ്പത്തിക വഞ്ചന എന്നത് വൈകാരിക വഞ്ചനയോളം തന്നെ ഗുരുതരമാണ്. കൂട്ടുകാർക്ക് വലിയ തുക കടം കൊടുക്കുന്നത്, സ്വന്തം വീട്ടുകാർക്ക് രഹസ്യമായി പണം നൽകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ സാധനങ്ങൾ പങ്കാളിയെ അറിയിക്കാതെ വാങ്ങുന്നത് എന്നിവയൊക്കെ പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ചിലർ വിചാരിക്കും, എന്റെ സ്വന്തം പണമല്ലേ, ഞാൻ എന്തിനു മറ്റൊരാളോട് പറയണമെന്ന്. പക്ഷേ വിവാഹ ജീവിതത്തിൽ എന്റെ എന്നതിനേക്കാൾ നമ്മുടെ എന്നതിനാണ് പ്രാധാന്യം. നിങ്ങൾ രഹസ്യമായി എടുത്ത ഒരു വായ്പ തിരിച്ചടക്കാൻ കഴിയാതെ വരുമ്പോൾ അവസാനം അത് കുടുംബത്തിന്റെ മുഴുവൻ ഭാരമായി മാറും. അതുപോലെ തന്നെയാണ് രഹസ്യമായി സമ്പാദിക്കുന്നതും. പങ്കാളിയെ വിശ്വസിക്കാതെ പണം രഹസ്യമായി നിക്ഷേപിക്കുന്നത് ബന്ധത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ് കാണിക്കുന്നത്. എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. ചിലപ്പോൾ തെറ്റായ ബിസിനസ് തീരുമാനങ്ങൾ കാരണമോ മറ്റോ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായേക്കാം. അത് മറച്ചുവെക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം കൂടുതൽ വഷളാകുന്നത്. തുറന്നു പറഞ്ഞാൽ ഒരുമിച്ച് നിന്ന് ആ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കും. കള്ളങ്ങൾ എപ്പോഴും മറ്റൊരു കള്ളത്തിലേക്ക് നയിക്കും. അവസാനം അത് വലിയൊരു പൊട്ടിത്തെറിയിലാകും അവസാനിക്കുക. അതുപോലെ തന്നെ അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കി ഭാവിയിലേക്ക് വേണ്ടി സമ്പാദിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി മാത്രം നിരവധി പരസ്യങ്ങളും ഓഫറുകളും നമുക്ക് ചുറ്റുമുണ്ട്.
ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലെ വലിയ ഡിസ്കൗണ്ടുകൾ കാണുമ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും നമ്മൾ വാങ്ങിക്കൂട്ടാറുണ്ട്. ക്രെഡിറ്റ് കാർഡുകളുടെ അമിതമായ ഉപയോഗം മറ്റൊരു വലിയ കെണിയാണ്. പണം കയ്യിലില്ലെങ്കിലും എന്തും വാങ്ങാമെന്ന ചിന്ത കടക്കെണിയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഈ മാസം ചിലവാക്കുന്ന ഓരോ രൂപയും നമ്മുടെ നാളത്തെ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് ഓർക്കണം. സ്ഥിരമായി പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, വില കൂടിയ വസ്ത്രങ്ങൾ, ആവശ്യമില്ലാത്ത വിനോദയാത്രകൾ എന്നിവയൊക്കെ കുറച്ചാൽ തന്നെ നല്ലൊരു തുക എല്ലാ മാസവും ലാഭിക്കാൻ സാധിക്കും. ഇതിനർത്ഥം ജീവിതം ആസ്വദിക്കരുത് എന്നല്ല. നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം നമ്മുടെ ഓരോ ആഘോഷങ്ങളും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കാതിരിക്കുക. അയൽക്കാരൻ പുതിയ മോഡൽ കാർ വാങ്ങിയെന്ന് കരുതി നമ്മളും വലിയ തുക കടമെടുത്ത് കാർ വാങ്ങേണ്ടതില്ല. നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്താണെന്നും നമ്മുടെ സാമ്പത്തിക ശേഷി എത്രത്തോളമാണെന്നും തിരിച്ചറിഞ്ഞു വേണം മുന്നോട്ടു പോകാൻ. ഭാവി സുരക്ഷിതമാക്കാൻ സമ്പാദ്യം വളരെ അത്യാവശ്യമാണ്. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, നമ്മുടെ വാർദ്ധക്യകാലം എന്നിവയൊക്കെ മുന്നിൽ കണ്ടുവേണം ഇന്നു മുതൽ സമ്പാദിക്കാൻ തുടങ്ങാൻ. വെറുതെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പണമിടുന്നതിനു പകരം നല്ല വരുമാനം കിട്ടുന്ന നിക്ഷേപ പദ്ധതികളിൽ പണം നിക്ഷേപിക്കണം. ഇതിനും പങ്കാളികൾ ഇരുവരും ചേർന്ന് സംവദിച്ച് തീരുമാനമെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോൾ തന്നെ ആദ്യം സമ്പാദ്യത്തിനുള്ള തുക മാറ്റിവെക്കുക. ബാക്കിയുള്ള തുക കൊണ്ട് മാത്രം ബാക്കി ചിലവുകൾ നടത്താൻ ശീലിക്കുക. ഇങ്ങനെ കൃത്യമായ അച്ചടക്കത്തോടെ മുന്നോട്ടു പോയാൽ സാമ്പത്തികമായി വലിയൊരു വിജയം നേടാൻ സാധിക്കും. കുടുംബം എന്നത് പരസ്പരം താങ്ങായി നിൽക്കേണ്ട ഒരു വലിയ സംവിധാനമാണ്. അവിടെ ഒളിച്ചുകളികൾക്ക് യാതൊരു സ്ഥാനവുമില്ല. പണം എന്നത് കേവലം കടലാസുകളല്ല, അത് നമ്മുടെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും വിലയാണ്. ആ വില കൃത്യമായി മനസ്സിലാക്കി രണ്ടുപേരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ആ വീടിന്റെ പടി കടക്കില്ല. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പരസ്പരം പഴിചാരാതെ ഒരുമിച്ച് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. തെറ്റുകൾ ആർക്കും സംഭവിക്കാം, എന്നാൽ അത് മനസ്സിലാക്കി തിരുത്തി ഒരുമിച്ച് മുന്നോട്ടു പോകുന്നതിലാണ് യഥാർത്ഥ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവെത്താനായി വീഡിയോ ലൈക്ക് ചെയ്യുക.